വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോളിംഗ് ശതമാനം. വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം പൂർത്തിയായി 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അന്തിമ പോളിംഗ് ശതമാനം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് വളരെ ഗുരുതരമാണ്. സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം അടക്കമുള്ള കണക്കും പുറത്ത് വിടാനുണ്ട്. കണക്ക് പുറത്തു വിടാത്തതിൽ കൃത്യമായ വിശദീകരണം കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാന കണക്ക് പുറത്തു വിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുകയാണ്. നിലവിലൊരു ടോട്ടൽ പോളിംഗ് ശതമാനത്തിനപ്പുറത്തേക്ക് ഈ ഹോം പോസ്റ്റൽ ബാലറ്റുകൾ അടക്കം അപ്പോൾ ആകെ കേരളത്തിൽ എത്ര പേർ വോട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും അപ്പോൾ തന്നെ CPM-നും അടക്കം ഇക്കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാകുന്നത് മറ്റ് ചില കണക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതായത് കേരളത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും സമാനമായ ചില ആരോപണങ്ങൾ, അത് രാഹുൽ ഗാന്ധി അടക്കം ഇത്തരം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതാണ്. അതായത് ഈ കേരളത്തിലേതുപോലെ തന്നെ വോട്ടിംഗ് കഴിഞ്ഞിട്ടും ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ എത്ര ടോട്ടൽ പോളിംഗ് ശതമാനവും ആകെ വോട്ട് ചെയ്ത ആളുകളുടെ കണക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. പക്ഷേ പുറത്തുവിട്ടതാകട്ടെ അതീവ വൈരുദ്ധ്യമുള്ള കണക്കുകൾ കൂടിയാണ്. നമ്മൾ ആ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കുകയാണ്. ബീഹാറിലെ ആ കണക്കുകൾ നോക്കുമ്പോൾ ആകെ വോട്ടർമാർ 7.42 കോടിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിവസങ്ങൾ അടയിരുന്ന ശേഷം പുറത്തുവിട്ട കണക്ക് ആകെ വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ കൂടുതലുള്ള ഒരു കണക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബീഹാറിലേക്ക് വരുമ്പോൾ 7.42 കോടി വോട്ടർമാർ പോൾ ചെയ്തതിൽ 7.45 കോടി വോട്ടർമാർ പോൾ ചെയ്തു എന്നുള്ള കണക്കുകൾ, അതായത് ആകെയുള്ള വോട്ടർമാരെക്കാൾ കൂടിയ ആളുകൾ പോൾ ചെയ്തു എന്നുള്ള വളരെ വൈരുദ്ധ്യമുള്ള ഒരു കണക്കുകളാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അതിനെതിരെ പ്രതിപക്ഷ നേതാവടക്കം രംഗത്ത് വന്നിരുന്നു. ബീഹാർ മോഡൽ എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോഴും സമാനമായ കാര്യങ്ങൾ തന്നെ സംഭവിച്ചു എന്നുള്ള കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 8.5 കോടിയാണെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 9.5 കോടിയാണെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 9.7 കോടി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ആളുകൾ, അതായത് ആകെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ എങ്ങനെ വോട്ടിംഗ് വന്നു എന്നുള്ളത് വലിയ തരത്തിൽ ചോദ്യമാകുന്നു. പക്ഷേ അതിന് ചില സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞൊഴിയുകയാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത്. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും ആകെ പോളിംഗ് ശതമാനവും ഇപ്പോൾ പുറത്തുവിടാത്തതിലും ഇത്തരത്തിലൊരു ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കടക്കമുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതുപോലൊരു കൃത്രിമ കണക്കുമായി കേരളത്തിലും വരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകും. രജീഷ്, അപ്പോൾ നമ്മളിപ്പോൾ ബീഹാർ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കൂടെ പരിശോധിക്കുകയായിരുന്നു. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നിട്ടും അതിനെയൊക്കെ ചില സാങ്കേതികത്വം പറഞ്ഞ് മറികടക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ ഒരു പോളിംഗ് ശതമാനവും ആകെ പോൾ ചെയ്ത ആളുകളുടെ എണ്ണവും ഒക്കെ പുറത്തു വരാത്തതിൽ വലിയ ആശങ്കയായി തുടരുന്നത്. എന്തെങ്കിലും ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ടോ ഇതിൽ? ജിൻസി, വലിയ ആശങ്ക തന്നെയാണ് ആ തിരഞ്ഞെടുപ്പ് ശേഷവും ഉയർന്നതെന്ന് കൂടി നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട്. കാരണം സാധാരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അന്തിമ എത്ര പേർ വോട്ട് ചെയ്തുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് 4ാം ദിവസമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. 9-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ഇന്ന് 13ആയി. പക്ഷേ 4 ദിവസം ആയിട്ട് പോലും ഈ പൂർണ്ണ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എത്ര ശതമാനം പേർ വോട്ട് ചെയ്തുള്ള കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു വിടാത്തതാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം 75% മുകളിലായിരുന്നു. എന്നാൽ ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തിയവരുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 78.27% പേർ പോളിംഗ് ബൂത്തിലെത്തിയ കണക്ക് പുറത്തുവിടുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് 2 ലക്ഷം ഹോം വോട്ടുമാരുമുണ്ട്. ഒപ്പം തന്നെ സർവീസ് വോട്ടുകൾ വേറെയുണ്ട്. തിരഞ്ഞെടുപ്പ് ജോലിക്ക് ഉദ്യോഗസ്ഥരുടെ വോട്ടിംഗ് ഉണ്ട്. ഈ വോട്ടുകൾ കണക്കുകളൊന്നും തന്നെ കൂട്ടിച്ചേർത്ത ഒരു അന്തിമ ഫലം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇത് ഏതെങ്കിലും അട്ടിമറിയുടെ ഭാഗമാണോ എന്നടക്കമുള്ള സംശയങ്ങൾ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, കോഴിക്കോട് ഇത്തരത്തിൽ പോളിംഗ് ശേഷം മെഷീനിൽ സൂചിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് മുമ്പിൽ കോൺഗ്രസുകാർ കാവലിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരിക്കൽ പോലും ഇത്ര ഒരു താമസം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ തോതിലുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചോദിക്കുമ്പോൾ വൈകാതെ പുറത്തു വരുമെന്നൊരു മറുപടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് നൽകുന്നത്. എപ്പോൾ പുറത്തു വരുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. ഹോം വോട്ട് 2 ലക്ഷമുണ്ട്. അതിൻ്റെ കണക്കുകൾ ജില്ലാ തലത്തിലുള്ള കണക്കുകൾ ഇതിനോട്
ഇതിനകം തന്നെ പല ജില്ലകളും പുറത്തുവിട്ടു. ഒപ്പം തന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന വ്യാപകമായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഒരു കണക്ക് പുറത്തുവിടുന്നതിലാണ് വലിയ രീതിയിലുള്ള ഒരു കാലതാമസം ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് വലിയ സംശയത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ കണക്ക് ഇപ്പോൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു സുതാര്യമാകെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഒരു അന്തിമ കണക്ക് ഉടൻ പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ട് വൈകുന്നു? എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഒരു കത്ത് ഒരു പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റാർക്കെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നൽകേണ്ട ഒരു ഗതി വന്നിട്ടില്ല. കാരണം അതിന് മുമ്പേ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ചരിത്രം തന്നെ നോക്കി കാണാനുണ്ട് നമുക്ക് മുന്നിൽ. പക്ഷെ അപ്പോഴൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ശതമാന കണക്കുകളായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഹോം പോസ്റ്റൽ വോട്ടുകൾ അടക്കം എണ്ണി തിട്ടപ്പെടുത്തി എത്ര ശതമാനം പേർ പോൾ ചെയ്തു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായ കണക്ക് വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ രജീഷ് സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള കണക്ക് പുറത്ത് വിടുന്നുണ്ട്. അതായത് ഹോം പോസ്റ്റൽ ബാലറ്റിന്റെ ഒക്കെ പുറത്ത് കണക്കുകൾ വിടുമ്പോൾ അത് ക്രോഡീകരിക്കുന്നതിൽ എന്താണ് ഇത്ര താമസം എന്നുള്ള ചോദ്യമല്ലേ വരുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നൽകുന്നു. പിന്നീട് എന്തുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു കണക്ക് പുറത്തുവിടുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ല എന്നടക്കമുള്ള വലിയ ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒരു കാലതാമസം വിശദീകരണം കൃത്യമായി അവർ നൽകുന്നില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി പുറത്തുവിട്ട ശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും അവർ നൽകാൻ പോകുന്ന വിശദീകരണം എന്നതും ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ ഓഫീസറെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ കൃത്യമായി പ്രതികരണം ലഭ്യമായിട്ടില്ല. അവരുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലടക്കം നമ്മൾ പലതവണ ആവർത്തിച്ച് ചോദിച്ചു എപ്പോൾ പുറത്തുവിടും, എന്താണ് കാലതാമസമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും കൃത്യമായൊരു മറുപടി ഇതുവരെ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലടക്കം നമുക്ക് ലഭ്യമാകാത്തൊരു സാഹചര്യമാണ് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ വോട്ടിംഗ് ശതമാന കണക്കുകളൊക്കെ തന്നെ കൃത്യമായി പുറത്തു വന്നാൽ അത് പാർട്ടികൾക്കും മുന്നണികൾക്കുമൊക്കെ അവരുടെ വോട്ട് ശതമാനം അല്ലെങ്കിൽ വിജയ സാധ്യതയൊക്കെ വിലയിരുത്തുന്നതിലേറെ നിർണായകമാണ്. അതിന്റെ ഒരു ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ SIR ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എത്ര ശതമാനം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്നടക്കമുള്ള കണക്കുകൾ പുറത്തു വരുന്നത് അനിവാര്യമാണ്. ആ കണക്കുകളാണ് വൈകുന്നതെന്ന ഒരു ആശങ്ക തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ജിൻസി. യെസ്, രജീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലൊരു കൃത്യമായ വിശദീകരണം നൽകാത്തത് കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അപ്പോൾ കണക്കുകൾ പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതൊരു സാധാരണ നടക്കുന്ന ഒരു പ്രോസസ്സാണ് തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവിന് കത്തെഴുതേണ്ടി വന്നതും ഈ ചരിത്രത്തിൽ ആദ്യമായിരിക്കും.